എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു മാസം മുൻപ് ഈ ചാനലിലെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. നമ്മുടെ കുണ്ടലിനി ശക്തിയും നമ്മുടെ ചക്രങ്ങളും തേടയൊക്കെ നോർമലായിട്ട് നമ്മളിൽ ഉണരേണ്ടതാണ്, അത് ഉണർത്തേണ്ടതല്ല. സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ സഹജമായിട്ട് നമ്മളിൽ അത് ഉണരുന്നതും അത് ഉണർത്തുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്നുള്ളത് ഞാൻ ഇങ്ങനെ പോസ്റ്റ് ഇട്ടായിരുന്നു. അപ്പോൾ അതിന് താഴെ ഇതിനെക്കുറിച്ച് സംശയം ചോദിച്ചുകൊണ്ടുള്ള കമൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ആത്മാവ് പൂർവ്വജന്മങ്ങളിൽ എത്രത്തോളം ആത്മീയ വളർച്ച നേടിയിട്ടുണ്ടോ, പൂർവ്വജന്മങ്ങളിൽ മറ്റൊരു ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ശരീരങ്ങളിലായി വന്നുകൊണ്ട് എത്രത്തോളം ആത്മീയമായിട്ടുള്ള അറിവുകൾ നേടിയിട്ടുണ്ടോ. എങ്ങനെയാണ് ആത്മാവ് ആത്മീയമായിട്ടുള്ള അറിവുകൾ നേടുന്നത്? അനുഭവങ്ങളിലൂടെയാണ്. ഈ അനുഭവങ്ങളിലൂടെ അറിവുകൾ സ്വന്തമാക്കാൻ വേണ്ടിയാണ് ആത്മാവ് മനുഷ്യദേഹത്തിൽ ഭൂമിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആത്മീയത അനുഭവിച്ചറിയണമെന്ന് പറയുന്നത്. അനുഭവത്തിലൂടെയാണ് ആത്മാവ് പാഠം പഠിക്കുന്നത്. അപ്പോൾ പൂർവ്വജന്മങ്ങളിൽ നമ്മുടെ ആത്മാവ് ഈ ഭൂമിയിലേക്ക് പല ദേഹങ്ങളിലായി വന്ന് നേടിയിട്ടുള്ള ആത്മീയ വളർച്ചയുടെ അല്ലെങ്കിൽ ആത്മീയമായ അറിവുകളുടെ തുടർച്ചയാണ് ഈ ജന്മം. ഈ ജന്മം അത് പല പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശരീരത്തിലൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പതിയെ 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 ഓരോരോ പാഠങ്ങൾ പഠിച്ച് അതിൽ നിന്ന് അനുഭവത്തിൽ നിന്ന് ആ ലെസൺ എന്നുള്ളത് ഉൾക്കൊണ്ട് മുൻപോട്ട് പോകുമ്പോഴാണ് നമ്മളിൽ മാറ്റം സംഭവിക്കുന്നത്. അതെങ്ങനെ സംഭവിക്കുന്നു? സ്വാഭാവികമായി സംഭവിക്കുന്നു, ആരുടെയും പ്രേരണയില്ലാതെ സംഭവിക്കുന്നു, അല്ലേ? അപ്പോൾ ഈ കുണ്ടലിനി ഉണർത്താം, ചക്രങ്ങൾ ഉണർത്താം, തേടൈ ഓപ്പൺ ചെയ്യാം പെട്ടെന്ന് ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ ഇതെല്ലാം സംഭവിപ്പിച്ച് തരാമെന്ന് പറയുമ്പോൾ അവിടെ സംഭവിക്കും, സംഭവിക്കാതിരിക്കത്തൊന്നുമില്ല. അവിടെ ജസ്റ്റ് ഒരു വൈബ്രേഷനും ചെറിയൊരു മാറ്റം, ഒരു പ്രത്യേക ഒരു അനുഭൂതിയൊക്കെ ആ സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ അങ്ങനെ സംഭവിക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് നമ്മുടെ സ്വഭാവത്തിലും വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും ചിന്തകളിലും കാഴ്ചപ്പാടിലും ഒന്നും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവില്ല. പെട്ടെന്ന് കുണ്ടലിനി അവേക്കനിങ്, ചക്രാസ് ആക്ടിവേഷൻ, അതുപോലെ തന്നെ തേടൈ ഓപ്പൺ ചെയ്ത് തരാമെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഇതൊക്കെ സംഭവിക്കും. ആ ജസ്റ്റ് ആ ഒരു നേരത്തേക്ക് മാത്രം, ഒരു പ്രത്യേക ടൈം പീരീഡിൽ മാത്രം അത് നിലനിൽക്കും. അത് ശാശ്വതമായി നിലനിൽക്കണം അല്ലെങ്കിൽ ശാശ്വതമായി അത് തുടരണം എന്നുണ്ടെങ്കിൽ, ആ സ്ഥിതി നമ്മളിൽ തുടരണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട്, അതായത് നോർമലായിട്ട് സഹജമായിട്ട് നമ്മളിൽ നമ്മുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ട്, നമ്മുടെ ചിന്താഗതിയിൽ, നമ്മുടെ കാഴ്ചപ്പാടിൽ, നമ്മുടെ വാക്കിൽ നോക്കിൽ പ്രവൃത്തിയിലൊക്കെ ഉള്ള വ്യത്യാസങ്ങൾ കൊണ്ട് സഹജമായി അത് സംഭവിക്കും. അത് മാത്രം പോരാ, സ്പിരിച്വൽ പ്രാക്ടീസസ്, സാധന, മെഡിറ്റേഷൻ പോലെയുള്ള സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ ചെയ്തു വരുമ്പോൾ ഈ മെഡിറ്റേഷനിലൂടെ കണക്ട് ചെയ്യപ്പെട്ട കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ആചരിക്കുമ്പോൾ, ഈ സത്യങ്ങളെ, ആത്മീയ സത്യങ്ങളെ, അതായത് നമ്മുടെ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും ചിന്താഗതിയിലും കാഴ്ചപ്പാടിലും ഒക്കെ മാറ്റങ്ങൾ വരുമ്പോൾ അതൊക്കെ നമ്മളിൽ സ്വാഭാവികമായി ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. അത് പതിയെ പതിയെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മൾ പെട്ടെന്ന് ഹീലായെന്ന് വിചാരിക്കും, പക്ഷെ അടുത്തൊരു പരീക്ഷണം വരുമ്പോഴത്തേക്ക്, ഒരു ട്രിഗർ വരുമ്പോൾ നമ്മൾ ഡൗൺ ആയി പോകും. വീണ്ടും നമ്മൾ ഹീലായെന്ന് വിചാരിക്കും, വീണ്ടും ട്രിഗർ കിട്ടുമ്പോൾ ഡൗൺ ആയി പോകും. അപ്പം ഇങ്ങനെ ഏറിയും കുറഞ്ഞും ഈ ഒരു സംഭവം നിൽക്കും. അപ്പം ഇത് കുറേ പ്രാവശ്യം ഇത് സംഭവിച്ചതിന് ശേഷമാണ് നമ്മുടെ ആത്മാവ് ആ ഒരു പാഠം പഠിക്കുന്നത്. ഇതിങ്ങനെയാണ് കാര്യങ്ങൾ, ഇതിങ്ങനെ ഞാൻ മുൻപോട്ട് പോകണം. അപ്പോൾ അതറിയാൻ പറ്റും. നമ്മുടെ ആത്മാവിന് നമ്മൾ സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുമ്പോൾ മറ്റൊരാളുടെ ഗൈഡൻസ് ഇല്ലാതെ തന്നെ എങ്ങനെ മുൻപോട്ട് പോകണം, എന്ത് ചെയ്യണം. കാരണം ഓരോ സോൾസും അവരുടെ സോൾ പ്ലാനിനനുസരിച്ചാണ് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്, എന്താകണം, എങ്ങനെയാകണം എന്നൊക്കെ. അപ്പോൾ അതിന് ഈശ്വരൻ്റെ, അതായത് പ്രപഞ്ചനാഥൻ്റെ എല്ലാവിധ സഹായങ്ങളും നമുക്കുണ്ടാകും. പക്ഷെ നമ്മളാണ് ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം. നമ്മൾ നെഗറ്റീവ് രീതിയിൽ പോകണോ അതോ പോസിറ്റീവ് രീതിയിൽ പോകണോ എന്നുള്ളത് ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് തന്നെ തീരുമാനിക്കാം. പക്ഷേ നെഗറ്റീവ് രീതിയിൽ പോയാലും പോസിറ്റീവ് രീതിയിൽ നമ്മൾ പോയാലും അതിൻ്റെ ഫലം എന്നുള്ളത് നമ്മൾ തന്നെ അനുഭവിക്കണം. ആ സമയത്ത് ഈശ്വരനെ വിളിച്ച് കരഞ്ഞത് കൊണ്ടൊന്നും യാതൊരുവിധ കാര്യവുമില്ല. അപ്പോൾ പൂർവ്വജന്മങ്ങളിൽ ഇത്തരം സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ സൃഷ്ടിച്ചു വെച്ച കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജന്മവും നമ്മൾ ശരീരം എടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഈ കുണ്ടലിനി അവേക്കനിങ് ചെയ്യാം, അല്ലെങ്കിൽ ചക്രാസ് ആക്ടിവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ തേടൈ ഓപ്പൺ ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞുള്ള
ഈ ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ സമയത്ത് ആ ഒരു മാറ്റം, ആ ഒരു പ്രത്യേക അനുഭൂതി അല്ലെങ്കിൽ ആ ഒരു വൈബ്രേഷൻ എന്നുള്ളത് നമുക്ക് അനുഭവപ്പെടും. പക്ഷെ ആ ഒരു നിമിഷത്തേക്ക് മാത്രമേ അത് ഉണ്ടാകത്തുള്ളൂ. അത് എല്ലാ കാലവും നമ്മളിൽ തുടരില്ല. എന്തുകൊണ്ടാ? നമ്മുടെ സ്വഭാവത്തിലൊന്നും മാറ്റം വന്നിട്ടില്ല. നമ്മുടെ ആത്മാവ് ഈ കേട്ട സത്യങ്ങളെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ ആചരിച്ചുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിലോ വാക്കിലോ നോക്കിലോ പ്രവൃത്തിയിലോ ചിന്തകളിലോ കാഴ്ചപ്പാടുകളിലോ യാതൊരുവിധ മാറ്റവും സംഭവിച്ചിട്ടില്ല. ആ നിലയ്ക്ക് അങ്ങനെയുള്ള നമ്മളാണ് പെട്ടെന്ന് ചക്രാസ് ആക്ടിവേറ്റ് ചെയ്ത് പെട്ടെന്ന് തേർഡ് ഐ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അത് എക്കാലവും നമ്മളിൽ നിലനിൽക്കണം, അല്ലെങ്കിൽ ശാശ്വതമായിട്ട് അത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ മാറ്റം വരണം. അതായത് നമ്മുടെ ആത്മാവ് ഓരോ ആത്മീയ അറിവുകളിലേക്കും കണക്ട് ചെയ്ത് ഈ അറിവുകളെ കഠിന സാധനയിലൂടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്ത് നമ്മുടെ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും കാഴ്ചപ്പാടിലും ഒക്കെ വ്യത്യാസം വരുമ്പോൾ ഞാൻ ശാന്തസ്വരൂപമായ ഒരു ആത്മചൈതന്യമാണ്, ഞാൻ അനശ്വരമായ ഒരു ആത്മചൈതന്യമാണ്, അനന്തമാണ്. എന്നിൽ നിറഞ്ഞു നിൽക്കുന്നത് അൺകണ്ടീഷണൽ ലവ്, ദയ, കരുണ, അംഗീകാര തത്വം, വിനയം, മര്യാദ, ക്ഷമ, സഹനം തുടങ്ങിയ ഗുണങ്ങളാൽ സമ്പന്നമാണ് ഞാൻ. അപ്പോ ഈ നിലയിൽ ചിന്തിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ നോക്കിക്കാണാൻ സാധിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ മാറ്റം എന്നുള്ളത് സംഭവിക്കുന്നത്. അതായത് നമ്മുടെ സ്വഭാവത്തിലും വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും ചിന്താഗതിയിലും കാഴ്ചപ്പാടിലും അപ്പോൾ മാത്രമാണ് മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നത്. പിന്നെ സാധനകൾ, മെഡിറ്റേഷൻ, സ്പിരിച്വൽ പ്രാക്ടീസ് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവിനെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട്, അതിനെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നോർമലായിട്ടും സഹജമായിട്ടും നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വരികയും ഈ കുണ്ടലിനി അവേക്കനിങ്ങും ചക്രാസ് ആക്ടിവേഷനും അതുപോലെ തന്നെ തേർഡ് ഐ ഓപ്പണൊക്കെ നമ്മളിൽ സ്വാഭാവികമായി സംഭവിക്കുകയും ചെയ്യും. അതെക്കാലവും നിലനിൽക്കുന്നതായിരിക്കും. അടുത്ത ജന്മത്തിൽ മറ്റൊരു ശരീരത്തിൽ നമ്മുടെ ആത്മാവ് ഈ ഭൂമിയിലേക്ക് വന്നാലും ഈ ജന്മത്തിൽ നമ്മൾ നേടിയിട്ടുള്ള ഈ അറിവുകൾ നമ്മളിൽ നിലനിൽക്കുന്നതായിരിക്കും. അപ്പോൾ അതാണ് ഇതൊക്കെ നോർമലായിട്ട് സഹജമായിട്ട് സ്വാഭാവികമായിട്ട് ഉണരുന്നതും ഇതിനെ പ്രേരണ കൊണ്ട് ഉണർത്തുന്നതും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.